ഹായ് ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബൈക്ക് ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണൊക്കെയാണ്. അപ്പോൾ ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസിലാണ്. ഒരു ഔട്ട് ബാക്ക് ഏരിയ ആണ്, പഴയ ഒരു മൈനിങ് ടൗൺ ആണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് മറ്റാരുമല്ല, ഓസ്ട്രേലിയ സ്വന്തം ബൈക്കിൽ ഒറ്റയ്ക്ക് 28 ദിവസം കൊണ്ട് ചുറ്റി സഞ്ചരിച്ച ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ചേർത്തല സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം ബ്രിഡ്ജ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 നൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശം. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുഭൂമി പോലത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ബ്രോക്കൺ ഹില്ലിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് വാട്ടറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രിഡ്ജ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മുടെ ശ്രീജിത്ത് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അരമണിക്കൂറും കൂടി കഴിയും. പുള്ളി ജിലോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ അത് ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ബേക്കറിയാണിത്. ഇവിടുത്തെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്. ഇവിടുത്തെ പൈ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ നമുക്കത് മേടിച്ച് ഒരു ലഞ്ച് അടിച്ചേക്കാം. ആണോ, ചെറിയൊരു അവിടെ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു റിവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ബാറും ഒക്കെ ആയിട്ട് ബ്രിഡ്ജ് വാട്ടർ. നമ്മൾ മെൽബണിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ മിൽഡൂരേക്ക് പോരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ബ്രേക്കിന് പറ്റിയൊരു സ്ഥലമായിട്ട്. അങ്ങനെ ഞാൻ നല്ലൊരു ബീഫ് പൈ ആൻഡ് നല്ലൊരു ചായ ലാറ്റെ മേടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീജിത്ത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ശ്രീജിത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവനെ അകത്താക്കാം. എന്നിട്ട് പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കുള്ളത് എന്നാന്ന് വെച്ചെന്നാൽ പുള്ളി കൈകാര്യം ചെയ്യട്ടെ. നമുക്ക് ഏതൊക്കെയാലും ഇവനെ തട്ടിയേക്കാം. ഗൈസ്, അപ്പോൾ ഇത് ലോഡൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ്, ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അവിടെയുള്ള ഒരു വിവരണങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 188 കിലോമീറ്റർ നോർത്ത് വെസ്റ്റ് ഓഫ് മെൽബണിലാണ് ഈ പറഞ്ഞ ബ്രിഡ്ജ് വാട്ടർ സ്ഥിതി ചെയ്യുന്നത്. പഴയ ഒരു ടൗണാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം 8000 പേരോളം ഈ ഒരു ടൗണിൽ താമസിക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ ബ്രിഡ്ജ് വാട്ടറിൽ കണ്ട ഒരു കാഴ്ച നമ്മുടെ ബേക്കറി അതാ കേട്ടോ. 1878 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബേക്കറിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് വളരെ ഫേമസ് ആണ്, ബ്രിഡ്ജ് വാട്ടർ ബേക്ക് ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തത് ഇവിടെ ഇങ്ങനെ പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ. ഇത് മത്തങ്ങയാണ്. ഇത് താഴെയൊക്കെ മത്തങ്ങ ഇരിക്കുന്നുണ്ടോ. വലുതിന് $12, ഇത് $8, $10. അതിങ്ങനെ മത്തങ്ങ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഉണ്ട്. പിന്നെ അതെ ഇത് റോക്ക് മെലൺ എന്നും പറഞ്ഞുകൊണ്ട് അത് $5 ഒരെണ്ണത്തിന്. പിന്നെ ബ്രോക്കലി ഉണ്ട്. ഇതുണ്ടോ, അതിനകത്തൊന്നുമില്ല, പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രോക്കലി 2 അല്ലെങ്കിൽ $3, $4, $5 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നു. പിന്നെ അത് ഇവിടെ ഒരു വാട്ടർ മെലൺ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതും മത്തങ്ങയാണ്. ഇവിടെ വേറെ ആളൊന്നുമില്ല. നമ്മളത് ഇവിടെ ഇങ്ങനെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കൊണ്ട് പൈസ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്മൈൽ യു ആർ ഓൺ ക്യാമറ എന്ന്. ഞാൻ ഇങ്ങനെ ശ്രീജിത്തിനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി പാക്ക് ചെയ്ത് അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീജിത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളി 12:30 അല്ലേ? 12:30. എന്നപ്പോൾ നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ടേ ലഞ്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പിരിയാം. ബാ അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ടാങ്കെല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു പോകാമെന്ന് ഓർത്തു. ഈ കാണുന്നതാണ് ഇവിടുത്തെ
ബ്രിഡ്ജ് വാട്ടർ ലോണ്ടൻ റിവർ. ഗൈസ്, അങ്ങനെ വിഞ്ച് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയപ്പോൾ ക്രോപ്പൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ കണ്ടു. ഇതിനകത്ത് ഗോതമ്പ്, ബാർലി ഇതുപോലെയുള്ള ഇതുപോലെ വലിയ ക്രോപ്പ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ട്രെയിൻ വന്നിട്ട് അവിടുന്ന് ഈ ട്രെയിനിലാണ് ഇതെല്ലാം പിന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനും നമുക്ക് കാണാനിടയായി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള സീ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീ ലേക്ക് വരുമ്പോൾ എല്ലാം ഈ കാണുന്ന മോട്ടലിലാണ് ഞാൻ സാധാരണ താമസിക്കാറുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജെറിബായുടെ കൂട്ടത്തിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്ന ഒരു സൈലോ ആർട്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള നൈറ്റിൽ ഒരു നൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സീ ലേക്കിൽ നേരത്തെ വന്നതിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇവിടെ നൈറ്റിലൊരു അടിപൊളി ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുന്നതും ഇവിടുത്തെ കൃഷിയെ പറ്റി, ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയെപ്പറ്റി. അപ്പം അതൊക്കെ ജസ്റ്റ് അവിടെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ശ്രീജിത്തിൻ്റെ പുറകെ ഈ സീ ലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അത് മറ്റൊന്നും കൊണ്ടല്ല, ശ്രീജിത്തും കുടുംബവും ഇവിടെ കുറച്ച് നാളുകൾ താമസിച്ചാണ്. ശ്രീജിത്തിൻ്റെ വൈഫിന് ഇവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു ജോലി. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് സീ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ജംഗ്ഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴിയുടെ ഇടതും വലതുമായിട്ട് കാണുന്ന ഈ ഒരു കുറച്ച് ബിസിനസ് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. സീ ലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ കൂടുതലും ഈ അഗ്രികൾച്ചറാണ് ഇവിടെ മുഴുവൻ. ഫാം ലാൻഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്തിൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് സീ ലേക്കിൽ. അപ്പം അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കാണാൻ ഒരു നൊസ്റ്റാൾജിയ അയവിറക്കുവാനായിട്ട് ശ്രീജിത്ത് എന്നെ അതിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സീ ലേക്കിലെ ചെറിയൊരു ഹോസ്പിറ്റൽ. ഇവിടെയാണ് നേരത്തെ ശ്രീജിത്തിൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് പോലെയുള്ള ഒരു സംഭവത്തിലായിരുന്നു ഇവർ നേരത്തെ താമസിച്ചിരുന്നത്. ആ കാണുന്നതാണ് ക്വാർട്ടേഴ്സ്. അതിൽ നമ്പർ 2-ലായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ആ നൊസ്റ്റാളജിയൊക്കെ ഒന്ന് അയവിറത്തിട്ട് ഞങ്ങൾ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. ഒരു ഓസിയാണ്. അപ്പോൾ ഇവരോട് താമസിച്ചിരുന്ന കാലത്ത് ഇവർ വളരെ പരിചയക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഗ്രാവലാണ് കേട്ടോ. അപ്പോൾ ഗ്രാവൽ റോഡ് പോകുമ്പോഴത്തേക്ക് ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ബൈക്കാകുമ്പോഴത്തേക്ക്. അത് വളരെ ലൂസായിട്ടുള്ള കല്ലുകൾ നിറഞ്ഞ ചെറിയ ഇങ്ങനെ ചരൽ ആയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ഷൻ ആദ്യമേ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് അധികം വണ്ടി പാളാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഈ ഒരു ഫാം ഏരിയ, ഈ ഒരു ലാൻഡ് മുഴുവൻ അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം അദ്ദേഹം ഇവിടുത്തെ ഒരു കൊച്ചു പണക്കാരനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ചെറിയൊരു മാൻഷനാണ്. അപ്പോൾ മുമ്പിൽ നല്ല ഗാർഡനും ഒക്കെ ആയിട്ട് ഇവിടെ നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ഒരു ഗാർഡനാണിത്. ഇവിടെ ഒരു ചെറിയൊരു ലേക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിരവധി ആളുകൾ അവരുടെ കല്യാണങ്ങൾ നടത്താനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്.
പുള്ളി ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇല്ല, പക്ഷേ ചിലപ്പോൾ 3 കാണുമെന്ന് പറഞ്ഞു. ആണോ? ചിലപ്പോൾ കാണാൻ പറ്റും. അവൻ 4 മണിയൊക്കെ ആവാൻ വരും. അവന് പക്ഷെ അവന് വണ്ടി ഉണ്ടല്ലോ, അവന് വണ്ടി ഉണ്ടെങ്കിൽ അവിടെ കാണാം. അവിടെ ആരും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഞങ്ങളത് വണ്ടി ഓടിച്ച് നേരെ മിൽജൂര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. മിൽജൂരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഇതുപോലെയുള്ള മുന്തിരി പാടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മിൽജൂര. നിരവധി മലയാളികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഈ കാണുന്ന എല്ലാം മുന്തിരിപ്പാടങ്ങളാണ്. നിറയെ മുന്തിരി കുലകളുമായിട്ട് അങ്ങനെ കുലച്ച് നിൽക്കുന്ന ഒരു സമയമാണിപ്പം. അപ്പം ആ ഒരു കാഴ്ച കാണുവാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനൊരു പർപ്പസ് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ അത് എല്ലാ മുന്തിരിപ്പാടങ്ങളിലും ഇങ്ങനെ മുകളിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന കാണുവാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഏതൊക്കെയായാലും നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ കുറച്ച് നേരം വണ്ടി ഓടിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ബില്ലാബോങ് ക്യാമ്പ് സൈറ്റ് എന്നാണ് മിൽജൂരയിലുള്ള. അപ്പോൾ ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറേ റിവറാണ്. മുറേ എന്ന് പറയും, ഇവിടുത്തുകാർ പറയുന്നത് മെഴി റിവർ എന്നാണ്. നമ്മൾ മുറേ റിവർ എന്നും പറയും. കാരണം MURRAY എന്നായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ഒരു സ്പെല്ലിങ് വെച്ചിട്ടാണല്ലോ നമ്മുടെ ഒരു സംസാരം. ഈ കാണുന്ന ഒരു ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേമ്പനാട്ടുകായലിൻ്റെ ഒക്കെ തീരത്തുകൂടി ഇങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ തീരത്ത് ഒരു കാട്ടുപ്രദേശം, കാട് പിടിച്ചിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെയാണ് നമുക്കിന്ന് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ക്യാമ്പാണ്. അപ്പോൾ ഇങ്ങനെ കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ടോയ്ലറ്റുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ ഫെസിലിറ്റി ഒന്നും കാണുന്നില്ല. വേറെ അങ്ങനെ ബാർബിക്യൂവിൻ്റെ ടേബിളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പം അത് നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് നമുക്ക് നോക്കിയെടുക്കണം. അതേ ഇവിടെ നിരവധി ക്യാമ്പേഴ്സ് ഇങ്ങനെ ഇഷ്ടംപോലെ വന്ന് ക്യാമ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമം അനുസരിച്ച് 90 ദിവസം വരെ നമുക്ക് ഫ്രീ ക്യാമ്പ് ഉള്ളിടത്ത് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ആ ഏരിയയിൽ നിന്ന് നമ്മൾ പോയിട്ട് പോകണം. അതാണ് നിയമം. അപ്പോൾ ഇവിടെ ഈ ഹോംലെസ് ആയിട്ടൊക്കെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള സ്ഥലത്ത് 90 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 3 മാസം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഏകദേശം ഇത് വലിയ വാസ്റ്റ് ഒരു ഏരിയ കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്വീപ് പോലെയാണ്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ട് ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പം നമ്മളിത് നമ്മുടെ ക്യാമ്പിംഗ് സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഇതൊരു കാടാണ്. കാടിന് നടക്കും. പക്ഷേ ഇവിടെ അത് നല്ല അടിപൊളി ഒരു ഇത് റിവറാണോടാ, റിവറും ലേക്കും എല്ലാം കൂടി ഒരു സൂപ്പർ സെറ്റപ്പ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം കാറ്റുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു.
ഗൈസ് അങ്ങനെ എൻ്റെ ടെൻറ്റ് വേണ്ട, ഇതാണ് ഇന്നത്തെ എൻ്റെ ടെൻറ്റ്. ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാൻ പാകത്തിനാണ്, കഷ്ടിച്ചൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ടെൻറ്റ് തന്നെയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ടെൻറ്റ്. ഇത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ലേക്കിൻ്റെ തീരത്ത് നോക്കി. നമ്മുടെ ശ്രീത്ത് ഭായി, ശ്രീത്തിൻ്റെ ഭയങ്കര വൻപിച്ച 5 സ്റ്റാർ സെറ്റപ്പാണ്. മഴ വന്നാലും ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയത്. ഇത് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ടെൻറ്റ് സെറ്റപ്പ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് ഈ ഓസ്ട്രേലിയ മുഴുവൻ കറങ്ങിയത്? എൻ്റെ പൊന്നെ. അപ്പൊ തന്നെ ഇത് മുഴുവൻ വലിച്ചു കെട്ടി ടെന്റ് ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു മഴ പെയ്യുവാണെന്നുണ്ടെങ്കിലും ഭയങ്കര നല്ലതല്ലേ? അതാണ് അതിൻ്റെ ഒരു ഇവിടെ നല്ല രസം കേട്ടോ. നമ്മുടെ ഈ കൊമരോത്ത് നമ്മുടെ കായലിൻ്റെ തീരത്തൊക്കെ പോയി ഇരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും മാത്രം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നു. ഇത് കേട്ടോ, ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബില്ലി ബോങ് ക്യാമ്പ് ഗ്രൗണ്ട് അല്ലേ? ബിലബോങ് ക്യാമ്പ് ഗ്രൗണ്ട്. ആഹാ, എന്താ രസം നോക്കി. അവിടെ ഇഷ്ടംപോലെ പെലിക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഏത് കേട്ടോ, അവിടെ പെലിക്കൻ കണ്ടോ? പെലിക്കൻ അടിപൊളി, ബ്യൂട്ടിഫുൾ. ആഹാ, ഇതുപോലെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേടാ പുള്ളിയുടെ അതൊക്കെ മക്കടി പരിപാടികളാണ്. പടപടയെന്ന് ഞങ്ങൾ സംഗതിയെല്ലാം സെറ്റ് ചെയ്ത് ക്യാമ്പ് ആദ്യമേ വരുമ്പോഴേ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടിക്ക് പോകുള്ളൂ. കാരണം ഈ ഇരുട്ടുന്നതിന് മുമ്പേ മെയിനായിട്ടുള്ളത് നമ്മൾ മരങ്ങളൊക്കെ നോക്കുക. ഈ കമ്പുകൾ വല്ലതും ഇങ്ങനെ ടെൻറ്റിൻ്റെ മുകളിലേക്ക് വീഴുമോ എന്നുള്ളതേ. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ചുള്ളിക്കമ്പുള്ളൂ, അതങ്ങനെ ഒടിയാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ അനുമാനിക്കുന്നു. പക്ഷേ അറിയത്തില്ല, ഒടിഞ്ഞാലും അത് വീണ് കഴിഞ്ഞാലും നമ്മൾ മരിക്കത്തൊന്നുമില്ല. അത് കാരണം കുഴപ്പമില്ല. വലിയ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ അടിയിലൊന്നും പോയി ക്യാമ്പ് ചെയ്യാതിരുന്നാൽ മതി. ഇത് ഒരു കാട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അവിടെ അങ്ങോട്ട് മാറി വേറെ ക്യാമ്പേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ട് കാണുമായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ശ്രീത്ത റെഡിയായോ? ഷോ, ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇത് സ്വാഗ് കം ടെൻ്റ് ആണല്ലോ. 2 പേഴ്സൺ ടെൻ്റ് അല്ലേ? ഇത് എളുപ്പമല്ലേ, സെറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഒരാളാണേലും അല്ലേ? ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാം. ആ, ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. ആ, ശരി. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ട്രിപ്പുകൾ പിടിച്ചേക്കാം. ആ, ഈസിയായി വരും. അടിപൊളി. ഏതൊക്കെയാലും ഈ ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സെറ്റ് ലൊക്കേഷൻ. ഗൈസ്, അങ്ങനെ ക്യാമ്പ് സൈറ്റ് നമ്മളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഈ സാധനം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ കുഞ്ഞു മേശ. ആ മേശയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ മേശയും കസേര സർവ്വ സംവിധാനമായിട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പം നമ്മുടെ ടെൻറ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്കൊരു ഇതും കൂടി വലിച്ച് അങ്ങ് കെട്ടി. കാരണം ചെറിയൊരു മഴക്കോള് കണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല. അങ്ങനെ സെറ്റായി അങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങോട്ട് സെറ്റ് ആയേക്കാം അല്ലേ? ഇതെന്നാ പരിപാടി? മൊത്തം കത്തിക്കുവാണോ? നമ്മൾ 2 പേരും കൊണ്ട് ഒരു 10 പേർക്കുള്ള തീ ഇട്ടിട്ടുണ്ട് അല്ലേ? വൻപിച്ച പരിപാടി. ഇല അങ്ങ് കത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കമ്പ് പിന്നെ കിടന്ന് കത്തിക്കോളും, കുഴപ്പമില്ല. അതൊക്കെയാലും ഇന്നത്തെ വൈബ് ഇഷ്ടപ്പെട്ടല്ലേ? നല്ല രസമുണ്ട്, നല്ല അടിപൊളി. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഏതാ ഇത്? നല്ല അടിപൊളി പരിപാടിയാണ്. ചെറിയ സാധനം ആ ഒരു കറക്റ്റ് ഇത് നമ്മൾ ചുമ്മായിട്ട് കത്തിക്കുന്നതിനേക്കാളും നല്ല രസം ഇതായിട്ട് കത്തുമല്ലോ. ഇതിന്റെ ഗുണം എന്നാന്നറിയോ? നമുക്കിപ്പം ഈ വെറ്റ് ആയിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഫയർ പിറ്റോ ഒന്നും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാനും എളുപ്പം. മൊത്തം ഫ്ലാറ്റായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല സംഭവമാണ്. പിന്നെ ആ ഒരു നല്ല പൊങ്ങി ഇരിക്കുകയും ചെയ്യുകയാണല്ലോ. പൊങ്ങിയിരിക്കുക, അത് അതാ പറഞ്ഞേ. എർത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അടിയിൽ ഈ നനവുണ്ടെങ്കിലും കുഴപ്പമില്ല. അതാണ് അതിനകത്ത് ഗ്യാസ്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറക്കിയ വിറക് കേട്ടോ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വിറക് കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കൂടി പറക്കിയിട്ട്. പക്ഷെ ഞാൻ ആ കത്തിക്കാനുള്ള സാധനം കൊണ്ടുവന്നായിരുന്നു. അതിലേക്ക് ഇത് കത്തിപ്പിടിക്കാൻ ഇത് ഒരിക്കൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇലയൊക്കെ ഇട്ട് കുറെ സമയം എടുക്കും. ഇതിന്റെ മേളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു ഗ്രില്ലും കൂടി ഇതുണ്ടല്ലേ, അതും കൂടി ഇട്ട്. അടിപൊളി. അത് ഇപ്പൊ കനലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല ഒരു ഇത് കിട്ടും. അതിനകത്ത് ബാബിക്യൂ പോലെ ഇങ്ങനെ നല്ല ഇറച്ചിയൊക്കെ ഇട്ടിട്ടെ. അത് ശരിക്കും നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ അത്രയും കൂടെ പ്രാക്ടിക്കലി നമുക്ക് ഈ സാധനം ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, പാടാണ്. ഇത് പക്ഷേ ഹാൻഡിയാണ്. അല്ലല്ല ഇത് അല്ലല്ല, പിന്നെ ഈ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊത്തം സാധനങ്ങൾ ചെറുതാ. എല്ലാം മറ്റേ കാറിൽ പോകുന്ന പോലെ അല്ലല്ലോ, എല്ലാം ചെറുതാ. ഇപ്പൊ ബെഡ്, മറ്റേ ചെയർ, ഇതൊക്കെ ഇങ്ങനെ പാർട്സ് ആക്കി ഊരി എടുക്കാവുന്ന. അത് നല്ല ഇതാ. ലൈറ്റ്, എല്ലാ പരിപാടിയും ചന്ദ്രനെ കാണാം അല്ലേ ഗൈസ്. ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ്, ചെറിയൊരു തണുപ്പ് അല്ലേ, ചെറിയൊരു സുഖമുള്ള തണുപ്പ്. കായാൻ പറ്റിയ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. ഇന്ന് ഞങ്ങൾ അവിടുന്ന് മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ക്ലൈമറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വിൻഡിയൊക്കെ നല്ല ടെമ്പറേച്ചർ 25 അത്രയും കണ്ട് 20 to 25 അത്രയും ഇത്. കുറച്ച് കാറ്റുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാറ്റുള്ളതായിരുന്നു, വണ്ടി ഓടിക്കാൻ രസമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡ് പോലെയാണല്ലോ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു. ചെറിയൊരു കാറ്റ്, നല്ല സുഖമുള്ള പരിപാടി. അങ്ങനെ ഞങ്ങൾ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ നമുക്ക് തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് നൂഡിൽസ് ഉണ്ട്, പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഹാൻഡി ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. ബേക്ക് ബീൻസ്. നമുക്കൊന്നും പിന്നെ എന്നാ കഴിക്കുന്ന ഈ ചിലർക്ക് രാത്രി ചോറ് വേണം, രാവിലെ ദോശ വേണം, ഇങ്ങനെ നിർബന്ധങ്ങൾ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്യാമ്പിങ് ഇച്ചിരി പാടാണ്. കാരണം നമ്മളൊക്കെ എന്തും കഴിച്ച് അങ്ങ് അല്ല, നമ്മൾ ആ ഒരു അവിടെ ചെല്ലുന്ന അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു. അതെ. ആദ്യമായിട്ടാണോ ക്യാമ്പിങ് ഇങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിരിക്കുന്നത്? ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് അതല്ല ബൈക്കിൽ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ട്. അത് നിങ്ങള് മറ്റേ ഇവിടെ തന്നെ. പക്ഷെ അതെന്ന് വെച്ചാൽ എപ്പോഴും അല്ല, അത് ഞാനൊരു മണ്ടൻ ചോദ്യമാണല്ലോ ചോദിച്ചത്. ആരോടായി ചോദിക്കുന്നത്? അല്ല, പക്ഷെ അതെന്ന് വെച്ചാൽ എല്ലാം ഈ നമ്മളെ അല്ലാതെ കാരവൻ പാർക്സിലാണ്. അത് ഈ ഒരു ഫീൽ അല്ലല്ലോ. എന്നാലും അത് എങ്ങനെ ഇത് ഒറ്റയ്ക്ക് ഈ ഓസ്ട്രേലിയ മുഴുവൻ കറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം. അല്ല, അത് നല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചില വട്ടുകൾ വേണം, എന്നാലേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു രസവും ഇതൊക്കെ വേണ്ടത്. ഞാൻ അങ്ങനെയാ കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് അങ്ങനെ വട്ട് മൂക്കുമ്പോഴത്തേക്കും വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക്. അതെ, ശരിക്കും. അല്ല, അത് ചെയ്യാനൊരു റീസൺ ഉണ്ടായിരുന്നു. അത് ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ടൂ മച്ച് അല്ല, അത് അന്ന് ചെയ്തുകൊണ്ട് ചെയ്തു. അതെ, അതിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണത്. അടിപൊളി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ഇവിടുന്ന് മറ്റേ സിറ്റിയിലേക്ക്, മിൽജോറ ടൗണിലേക്ക് ഒരു 8 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 8 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മിൽജോറ ടൗണ്. പിന്നെ ഈ നല്ല കായൽ പോലെ അല്ലേ, നാട്ടിലെ പോലെ കായൽ പോലെ കിടക്കുന്ന നല്ല റിവറിന്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ അടിപൊളി. അതായത് ശരിക്കും നാട്ടിലൊക്കെ ഇങ്ങനെ വേണം. നമ്മുടെ ഈ മീനച്ചിലാറിന്റെ എല്ലാ 44 നദികളുണ്ട്. ആ നദികളുടെ ഒക്കെ തീരത്ത് ഈ ക്യാമ്പിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ബിസിനസ്സാണ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും അല്ലേ. അതായത് ഈ ക്യാമ്പിങ്ങിന്റെ എക്യുപ്മെന്റ്സ്
വിൽക്കുന്നവരുടെ കടകള് കാര്യങ്ങള് അതിൽ നിന്നൊക്കെ ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ടാക്സ് എന്തോരം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ പ്രൈവറ്റ് വ്യക്തികളുടെ ആണെങ്കിൽ പോലും ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ എന്നാ ഫെസിലിറ്റിയുള്ള ആകെപ്പാടെയുള്ള ടോയ്ലറ്റ്, നമ്മൾ വെള്ളം ഉൾപ്പെടെ ഉപ്പ് തൊട്ട് കർപ്പൂരം കംപ്ലീറ്റ് സാധനമായിട്ട് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ നാട്ടില് ഈസി ആയിട്ട് ചെയ്യാൻ, എക്സ്പെഷ്യലി ഈ നദികളുടെ കിനാരെ താമസിക്കുന്നവർക്ക് അവർക്ക് ഇതുപോലെയുള്ള ഇത് ഡെവലപ്പ് ഒന്നും ചെയ്യണ്ട, ചുമ്മാ കാട് പിടിച്ച് കിടന്നാൽ മതി. നേച്ചർ അതാണ് അതിന്റെ രസം. രാവിലെ ഇനിയിപ്പോ കണ്ടോണം കിളികളൊക്കെ കരയുന്നേ, ആ ഒരു ഇതൊക്കെ ആവശ്യമില്ല. അതെ 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 അതെ. ഇപ്പൊ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാമ്പൊക്കെ ഉള്ള, പക്ഷെ പാമ്പൊന്നും നമ്മുടെ അങ്ങനെ അടുത്തേക്ക് വരികയായിട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ബ്രദേഴ്സ് എല്ലാം കൂടി പോയെടുത്ത് ഒരു പാമ്പിനെ കണ്ടു, ടൈഗർ സ്നേക്ക്. ചവിട്ടണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നു പോകും, അതിന്റെ നടുക്കൂടി ഒരു ഇങ്ങനെ അങ്ങ് പോകുന്നു. നോർമലി പാമ്പൊക്കെ പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല, അതിനേക്കാളും വലിയ പാമ്പല്ലോ നമ്മൾ. പക്ഷെ ഇതിനകത്ത് എനിക്ക് ശ്രീജിത്തിന്റെ കൂട്ടത്തിൽ പോരുന്നതിന്റെ ഒരു ഒരു രസം എന്നാന്നറിയോ, ശ്രീജിത്ത് ഒന്ന് സ്മോക്ക് ചെയ്യത്തില്ല, 2 കള്ളു കുടിക്കത്തില്ല. ഇത് രണ്ടും എനിക്കും അപ്പൊ അത് കാരണം ചെയ്യണ്ട. ഇപ്പൊ സ്മോക്ക് കുടിക്കുന്ന കള്ളു കുടിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ മാറി നിൽക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ 2 പഫ് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ 2 പെഗ് അടിക്കും. അപ്പം അതിന്റെ കുഴപ്പം എന്നാ, കുഴപ്പമൊന്നുമില്ല, എൻജോയബിൾ ആണ്. പക്ഷെ നെക്സ്റ്റ് ഡേയില് ചിലപ്പോ ഒരു ചെറിയ തലവേദന, അതിന്റെ ഒരു ഹാങ് ഓവർ. ആൽക്കോൾ എപ്പോഴും നമ്മളെ ഡൗൺ, ബൈക്ക് റൈഡ് അതൊരു ഇത്. പിന്നെ ഏറ്റവും നല്ല ഇത് നമ്മൾ കണ്ടുപോകാനും ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെ? നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ നട്ട് ബാർ കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് റൈഡ് ചെയ്യാനൊക്കെ നല്ല. ശരിക്കും ബൈക്ക് റൈഡ് ഒരു നല്ലൊരു എക്സസൈസും കൂടിയാണ്. നമ്മുടെ ബ്രെയിനും നല്ല എക്സസൈസ്, നല്ലൊരു. നമ്മൾ ഈ ബൈക്ക് റൈഡ് ചെയ്യുന്നത്, ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാറ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ബൈക്കും കൊണ്ട് ഇറങ്ങുമ്പോൾ, ഇപ്പം ഇവിടെ നമ്മൾ ബൈക്ക് കൊണ്ട് ഇറങ്ങുമ്പം ഓൾമോസ്റ്റ് നമ്മൾ സേഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു 99% കാര്യങ്ങൾ നേരെ വണ്ണം പോകും. പിന്നെ ഒരു പെർസെൻറ്റേജ് ആണ് വേറെ ആരെങ്കിലും എന്തെങ്കിലും റോങ് ചെയ്ത് നമുക്കൊരു പണി കിട്ടുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ, നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു മെജോറിറ്റിയും അവിടെ നിയമം പാലിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത്. അവൻ ഒരു ഇടറോഡിൽ നിന്ന് വന്ന് നേരെ കയറി വട്ടം വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലല്ല. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രവാസികൾ, ലോകത്തുള്ള പ്രവാസികൾ, കേരളത്തിന്റെ വെളിയിൽ, ഇന്ത്യയുടെ വെളിയിലുള്ള ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളെല്ലാവരും ഇന്ന് കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു നല്ല ശതമാനം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അതെ, സത്യം, തീർച്ചയായിട്ടും. അല്ലേ? അതെ. നമ്മൾ ഈ ഒരു കൺട്രിയിൽ ഇത്രയും നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം 1 ലക്ഷം പേരാണ് ആക്സിഡന്റ് മാത്രം മരിക്കുന്നത്. 1 ലക്ഷത്തിൽ കൂടുതലുണ്ടെന്ന്. 1 ലക്ഷം അല്ല, അതൊന്ന് ആലോചിച്ച് നോക്കി. 1 ലക്ഷം ആൾക്കാർ മരിക്കുകയാണ്. 1 ലക്ഷം ആൾക്കാർ അല്ല, ഇന്ത്യയിൽ പിന്നെ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സംസ്ഥാനമാണ് എനിക്ക് തോന്നുന്നത്, ഈ മിസോറാമിലാണോ അതുപോലെ ഒരു സ്ഥലത്ത് അവരെന്നെ പക്ക ലൈനായിട്ടുള്ള ഒരു റീല് ഞാൻ ഈ ഇട കണ്ടു. അപ്പം അങ്ങനെ ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില്, കേരളത്തിൽ നമ്മുടെ നാട് ഇപ്പൊ മെച്ചപ്പെട്ട് വരുവാണല്ലോ, മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് പക്ഷെ ഇതൊക്കെ തുടങ്ങേണ്ട എവിടെയെന്ന് പറയാം, സ്കൂളില് പിള്ളേരെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ പഠിപ്പിച്ച് പക്ഷെ ഇപ്പൊ MVD ഒക്കെ നല്ലതായിട്ട് നിരത്തിലിറങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് MVD ചെയ്യുന്നതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് മണി മേക്കിംഗ് ഒരു അജണ്ടയാണ് അവരുടെ. ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് പിടിക്കുന്ന, അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഇമ്പ്രൂവ് ആയിക്കോളും. ഇനിയിപ്പോ പുതിയൊരു തലമുറ വരുമ്പോ അവര് ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ അല്ലെ, നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെ കാര്യങ്ങൾ, ഈ പ്രത്യേകിച്ച് റോഡിന്റെ അതിനകത്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ ദൈവത്തിന് പിന്നെ ആൾക്കാരെ രക്ഷിക്കാൻ വരേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ നാട്ടിൽ ബൈക്ക് കൊണ്ട് ഇറങ്ങുന്നത്, ദൈവത്തിന് വിളിച്ചോണ്ട് ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ വള്ളികളെല്ലാം വരാം, തിരിച്ച് പോയ പോലെ വരുമോ. പക്ഷെ ആൾക്കാർ ഒരു നല്ലൊരു ശതമാനം ഇവിടുത്തെ പോലെ നിയമം പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ദൈവത്തിന് വിളിക്കേണ്ട ആവശ്യം വരത്തില്ല ഇവിടെ. ഇപ്പൊ നമ്മളാരെല്ലാം ദൈവത്തെ വിളിച്ചിട്ടാണോ ഇത്ര നാളും? അതെ. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മള്, ഞാൻ എൻ്റെ ഒരു വണ്ടി വെഞ്ചരിച്ചിട്ടില്ല, ഞാൻ താമസിക്കുന്ന വീട് വെഞ്ചരിച്ചിട്ടില്ല. നമ്മള് ഒന്നും ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, എന്തെങ്കിലും സംഭവിച്ചാലുണ്ട്, അതിനൊരു റീസൺ ഉണ്ട്. റീസൺ ഉണ്ട്, നമ്മളെ റീസൺ അല്ലാതെ ഇപ്പൊ വിശ്വാസികൾക്ക് സംഭവിക്കുന്നില്ല.
ഏറ്റവും കൂടുതൽ സുഖമുള്ള പണി ദൈവത്തിനാണ്. ഏറ്റവും സുഖമുള്ള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സുഖം ദൈവത്തിനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ഇപ്പൊ 10,000 പേര് വെടിയേറ്റ് മരിച്ചാലും ദൈവത്തിന് അത് ദൈവത്തിന്റെ ദൈവം ദൈവം സേഫാണ്. ദൈവത്തിന് ഇത്രയും ഭാഗ്യമുള്ള വേറെ ആരില്ല ഈ ലോകത്ത്. ദൈവത്തിന് മനുഷ്യനെ എന്ന് തീരുന്ന അന്ന് ദൈവം തീരും, ദൈവവും മരിക്കും, അത്രേ ഉള്ളൂ. നല്ലൊരു കോൺവെർസേഷൻ ആണ് ഇത്. നല്ല. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്ന് രാത്രിയിലത്തെ ഞങ്ങളുടെ കോൺവെർസേഷൻസും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ. അപ്പം ഇനിയിപ്പം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം അല്ലെ? നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ സമയത്രേ 9 മണിയായി. അപ്പം കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് എണീറ്റിട്ട് എഴുന്നേക്കണം. നമ്മള് കിളികള് പക്ഷെ 5:30 ആകുമ്പോൾ, അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് ഒരു ഡ്രോൺ ഷോട്ട് ഒക്കെ എടുത്ത് നമുക്ക് സെറ്റ് ആക്കാവെന്ന് നോക്കാം അല്ലേ? അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഗുഡ് നൈറ്റ്, നമുക്ക് നാളെ രാവിലെ കാണാം. ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ രാവിലെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നു. ഉദയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ നമ്മളെ തഴുകുവാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം സുഖകരമായിട്ടുള്ള ഉറക്കമായിരുന്നു. ഒരു 5 മണിയായപ്പം പക്ഷേ എണീറ്റു. വലിയ കുഴപ്പമില്ലായിരുന്നു. അതെ, കാറ്റൊക്കെ നിന്നു. അപ്പോൾ അത് കാരണം കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ഉറങ്ങി. നമ്മൾ ഈ യാത്രയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ലായിരുന്നു, നല്ല വൃത്തിയായിട്ട് ഉറങ്ങി. അപ്പം രാവിലെ പിന്നെ ഒന്നും മടിച്ചില്ല, ഒരു ഫയർ അങ്ങോട്ട് സെറ്റ് ചെയ്തു. നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്നൊന്ന് എന്നാ പറയുന്നത് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഫയർ ആദ്യമേ തന്നെ അങ്ങ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ കാര്യം അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ശ്രീജിത്ത് രാത്രിക്ക് അത്യാവശ്യം ഉറങ്ങിയെന്നാണ് പറഞ്ഞത് അല്ലേ ശ്രീജിത്ത്? നല്ല ഉറക്കമായിരുന്നു. അത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. എനിക്ക് ഇത്ര നാളില്ല, ചേട്ടൻ നാളെ പറഞ്ഞപ്പോഴാണ് ഞാൻ സാധനം മേടിച്ചത്. പക്ഷെ കാരണം ഒട്ടും തണുപ്പ് താഴേക്ക് വരത്തില്ല, കാറ്റുണ്ടെങ്കിലും അതൊരു ഒരു പ്രൊട്ടക്ഷൻ. അതുപോലെ ചെറിയ ഈ മഴയോ അങ്ങനെ ഉണ്ടെങ്കിലും ചെറിയ സൗണ്ട് എന്തെങ്കിലും ഇല വീണാലും നമ്മൾ ഞെട്ടിണേക്ക് ടെന്റിന്റെ മേളിലേക്ക്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് ഇത്. ഇതിനൊന്നും വലിയ വിലയില്ലെന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ പോളും വരുന്നുണ്ട്. ഇതിന് എത്ര രൂപയായിരുന്നു? $60. ഓ യെസ് യെസ്, അത് അങ്ങനെ ഇങ്ങനെ കീറത്തൊന്നുമില്ല. അത് നല്ല വർത്താ. അത് തന്നെയല്ല, ക്യാരി ചെയ്യാനും എളുപ്പം, വലിയ സംഭവമല്ല. ഗൈസ്, പെലിക്കനൊക്കെ ഉണ്ട്, പെലിക്കൻ.
ഗൈസ് അന്തസ് കട്ടൻ കാപ്പിയും തീയും ഈ കാണുന്ന കായലും വാട്ട് എൽസ് വി നീഡ്. പൊളി. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതുപോലെ തന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൺ ഹില്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നലെ അവിടം വരെ എത്താൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു 6:30. പിന്നെ ഇവിടുന്ന് ഇനി ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും രാത്രി ഒരു 9 മണി കഴിയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നാൽ പിന്നെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പിംഗ് സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ സൈറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വീണ്ടും ബ്രോക്കൺ ഹില്ലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ ജുഗാടുകളാണ് ചെയ്യുന്നത്. നമ്മൾ സീരിയൽ ഒരു കപ്പിനകത്തേക്ക് ഇടുന്നു കേട്ടോ. ഇത് നാളത്തേക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതെ, എന്നിട്ടതേ ഇതുപോലത്തെ മിൽക്ക് മേടിച്ചുകൊണ്ട് വന്നു. ഇത് കേട്ടോ, ഇതുപോലത്തെ മിൽക്ക് മേടിച്ചുകൊണ്ട് വന്നു. അത് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് കുതിരും. കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് അങ്ങോട്ട് കഴിക്കും. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഞാനിവിടെ ചപ്പാത്തി ശ്രീത് ചപ്പാത്തി അല്ല ഈ റോള് കീറി മുറിച്ച് നമ്മുടെ അതിന് ബേക്ക്ഡ് ബീൻസിനകത്തേക്ക് പ്രോട്ടീൻ. യെസ്, ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് വേറെ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വേണം. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിക്കണം. ഈസി പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഒരു തിന്നാം കഞ്ഞി പോലെ ചപ്പാത്തിയും മറ്റേ ബേക്ക്ഡ് ബീൻസും അടിപൊളി. ഇത് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് ബ്രെഡ് പിന്നെ അല്ല നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ എളുപ്പമുള്ള ഇത് മൾട്ടിപ്പിൾ പരിപാടി. നമുക്ക് എന്തെങ്കിലും വെജീസ് ഒക്കെ മേടിക്കണം, അതിനകത്ത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാം പാക്ക് ചെയ്തു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഫൈനൽ ടച്ചേ ഉള്ളൂ. ഇതാണോ എൻ്റെ ടെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാനും സെറ്റാക്കി. ഇനിയിപ്പോൾ ഈ ഷീറ്റും കൂടി മടക്കി അങ്ങ് വെച്ച് കഴിഞ്ഞെന്നാൽ നമ്മളെല്ലാം ഏകദേശം സെറ്റായി. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ബ്രോക്കൺ ഹില്ലിൽ ചെന്നിട്ടുള്ള ക്യാമ്പിങ്, അത് നമ്മളവിടെ ബ്രോക്കൺ ഹില്ലിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഔട്ട് ബൈക്കാണ് അല്ലേ ശ്രീത്തെ? പക്ക ഡെസേർട്ട് ടൈപ്പാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, സിംസൺ ഡെസേർട്ടൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങ് യെസ് ഒന്നുമില്ലാത്ത ഏരിയ, പ്ലെയിൻ ഏരിയ. പക്ഷെ ഇന്ന് വൈകുന്നേരം ഇച്ചിരി കാറ്റുണ്ടെന്നാണ് പറഞ്ഞത്. 35 km/h കാറ്റുണ്ട്. അത് കുഴപ്പമില്ല. 6 മണിയായിരിക്കും കുറയുമെന്നാണ് പറഞ്ഞാൽ. ഇത് കണ്ട് ഫോർകാസ്റ്റ് ഉണ്ട് 6 മണി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കാറ്റ് കുറവാന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അപ്പം ഗൈസ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നമ്മൾ ബ്രോക്കൺ ഹില്ലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മിൽജോറ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് സാധനം ഫില്ല് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോകുവാനായിട്ട്. അപ്പം ഇതിൻ്റെ ശേഷം ഭാഗം അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.